ഹലോ ഹലോ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സമയം 2:25 വെളുപ്പിനെ. അപ്പോൾ നമ്മൾ കുറച്ച് ഫുഡൊക്കെ റെഡി ആക്കാൻ വേണ്ടിയിട്ട് പോവാണ്. കുറച്ച് ഫുഡ് റെഡിയാക്കി കുറച്ച് റെഡി ആക്കാനും ഉണ്ട്. അപ്പോൾ ഇപ്പോൾ റെഡി ആക്കിയത് ബീഫ് ഫ്രൈ ആണ്. ഫ്രൈ അല്ല, വരട്ട്. പപ്പടമൊക്കെ നമ്മൾ നേരത്തെ പൊള്ളിച്ച് വെച്ചു. ബിക്കോസ് ആ എണ്ണ നമ്മൾ ചിക്കൻ റോസ്റ്റിന് വേണ്ടിയിട്ടും കൂടെ എടുക്കും. അതുകൊണ്ട് ആദ്യം പപ്പടം പൊള്ളിച്ചു. ഹലോ, ഇപ്പോൾ ചിക്കൻ റോസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുവാണ്. നമ്മൾ അത്യാവശ്യം ചിക്കൻ വെന്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം. വറ്റിച്ചെടുക്കുമ്പോഴത്തേനും ചിക്കൻ നമ്മൾ അതിനകത്ത് വെള്ളം ഒട്ടും ചേർത്തിട്ടില്ല. ചിക്കനിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളത്തിൽ തന്നെയാണ് വേവിച്ചെടുക്കുന്നത്. സോ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ സേമിയ പായസം ഉണ്ടാക്കാൻ പോവാണ്. അത് അടച്ചു വയ്ക്കാം. ആകുമ്പോഴത്തേക്ക് സേമിയ പായസം ആക്കാം. ഇങ്ങനെ ചാറോട് വേണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. വേഗം വരെ അടച്ചു വയ്ക്കാം. അപ്പോൾ ഇനി സേമിയ പായസം കാണാം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. വീണ്ടും ഗുഡ് മോർണിംഗ്. ഞങ്ങളിവിടെ ചിക്കൻ റോസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ചിക്കൻ ഏകദേശം വെന്തിട്ടുണ്ട്. നമുക്കൊന്ന് ഡ്രൈ ആക്കി പുരട്ടി എടുക്കുക എന്നുള്ളതാണ് ഇനി അടുത്ത് നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടി നമ്മൾ തുറന്ന് വെച്ചിട്ട് അത് കുറച്ചൊന്ന് വറ്റിച്ചെടുക്കുവാണ്. അപ്പോൾ നമ്മൾ ബീഫ് റോസ്റ്റിൻ്റെ വീഡിയോ ഓൾറെഡി എടുത്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടു കാണും. നമ്മുടെ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. കാരണം ഷാൻജോ പറയുന്നത് നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ട് 6 മണിക്കൂർ വെച്ചിട്ട് അത് ഓവന് വെച്ചിട്ട് ഒന്ന് ഹീറ്റ് ചെയ്തിട്ട് കഴിക്കുമ്പോഴാണ് അത് നല്ലതെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഷാൻജിയോ ആണ്. ഹലോ ഗൈസ്, മൈ നെയിം ഈസ് ഷാൻജിയോ, വെൽക്കം ടു ദ വീഡിയോ. ഞാൻ ഷാൻജിയോയുടെ വീഡിയോ അല്ല. അതെ, ഇവളാണ് ഷാൻജിയോ എന്നാണ്. ഇപ്പം നമ്മൾ കാഷ്യൂ നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നടുവേ കീറി വെച്ചിട്ടുണ്ട്. പിന്നെ കിസ്മിസ് ഉണ്ട്. നമ്മുടെ പായസത്തിൻ്റെ പ്രിപ്പറേഷനിലേക്ക് വരുവാണ്. നമ്മൾ കുറച്ച് നെയ്യ് ചൂടാക്കാൻ വെച്ചിട്ട് ഇപ്പോൾ അത് പുകച്ച് ആയിട്ടുണ്ട്. ഇപ്പം ഇനി നമ്മൾ കാഷ്യൂ ഇടും. അത് കഴിഞ്ഞിട്ട് അത് തുടർച്ചയായി ഇളക്കി കൊടുക്കാനാണ് ഷാൻജിയോ പറയുന്നത്. വൈഫ് അത് കേൾക്കുന്നില്ലെങ്കിലും പക്ഷേ അത് ചെയ്യുന്നുണ്ട്. താങ്ക് യു ഗൈസ്. ഇപ്പം നമ്മുടെ കാഷ്യൂവിൻ്റെ കാഷ്യൂ ഏകദേശം കരിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഉണക്കമുന്തിരി അതിലേക്ക് ചേർക്കുന്ന ചടങ്ങാണ്. അപ്പോൾ നമ്മൾ ഇപ്പം അതാണ് ഇന്നിപ്പോൾ ഒരു തവി മാറ്റിയെടുക്കാമെന്ന് പറഞ്ഞു പോയി, പക്ഷെ വേറെ തവിയില്ല. താങ്ക് യു ഗൈസ്. അതാണ് ഈ വീട്ടിലെ സ്ഥിതി, മനസ്സിലായോ? അപ്പുറം ഞാൻ കാണിക്കുന്നില്ല എങ്ങനെയാ കിടക്കുന്നത്. അപ്പോൾ ഈ കാഷ്യൂ ഏകദേശം ഒരു കരിഞ്ഞു വരുമ്പോൾ, അല്ല അത് ഗോൾഡൻ ബ്രൗൺ ആയി വരുമ്പോൾ നമ്മൾ ആ കിസ്മിസ് കൂടെ അതിനകത്തിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പം ആ കിസ്മിസ് നമ്മൾ ചേർത്ത് കൊടുത്തതിന് ശേഷം തുടർച്ചയായി ഇളക്കി ആ കിസ്മിസ് വീർത്ത് വരുമ്പം കാഷ്യൂവും കറക്റ്റ് ഏകദേശം ഒരു പരുവത്തിലാവും. അപ്പം കാഷ്യൂ എല്ലാം എല്ലാ കാഷ്യൂവും ഒരേ കളർ ആയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ എടുക്കാൻ പാടുള്ളൂ. ഇല്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ ലീഡിലേക്ക് മാറേണ്ട വരുന്നുണ്ട്. കാരണം ഇത് കോരാനുള്ള സമയമായി. ഇല്ലെങ്കിൽ എൻ്റെ നെഞ്ചത്തോട് ഒഴിക്കും. അപ്പം അത് നമുക്ക് ഭയങ്കര ചിലവായിട്ട് വരും. അതിന് വേണ്ടിയിട്ടാണ് ഗൈസ് ഇങ്ങോട്ട് മാറി. ഗൈസ് എടുക്ക്. അതെനിക്ക് കോരി എടുക്കാൻ വേണ്ടി പാടാണ്. എല്ലാം ഇങ്ങനെ ഗൈസ്. ഇത് മാത്രമല്ല ഗൈസ്. അപ്പം നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിക്കൊണ്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഏകദേശം ആവാറായിട്ടുണ്ട്. ഇതൊരു സ്പെഷ്യൽ റെസിപ്പിയാണ്. പക്ഷെ അത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം നമ്മൾ ആ സമയത്ത് എന്നെ കരയിപ്പിച്ചു ഗൈസ്. കരഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. അതുകൊണ്ടാണ് അന്നേരം വീഡിയോ എടുക്കാൻ പറ്റാഞ്ഞത്. പക്ഷെ നിങ്ങൾ വിചാരിക്കും ഞാനൊരു ഭയങ്കര ക്രൂരൻ ദുഷ്ടനാണ്. എനിക്കും മനസ്സിലായിട്ടില്ല ഇതുവരെ. നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിൽ ഇപ്പൊ നിങ്ങൾ വിവാഹം കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ ഈ കാര്യം മനസ്സിലാവും. കാരണം നമ്മളിപ്പം അവരോട് ഈ പാത്രത്തിൽ നമ്മുടെ കാഷ്യൂവും കിസ്മിസും കരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് കോരി എടുക്കാം. കോരിക്കൊണ്ടിരിക്കുകയാണ്. പായസം നല്ല മധുരമുള്ളതല്ലേ, അപ്പം എൻ്റെ ഇടയ്ക്ക് ഇച്ചിരി കരിഞ്ഞത് വന്നാലും കുഴപ്പമൊന്നുമില്ല അല്ലേ. ഓക്കെ, അങ്ങനെ കാഷ്യൂം കിസ്മിസും ആയിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് നമ്മൾ കടക്കുകയാണ്. നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് നമ്മൾ കടക്കുകയാണ് ഗൈസ്. നമ്മൾ കാണിച്ചു കൊടുക്കും. ഡബിൾ ഹോസിൻ്റെ റോസ്റ്റഡ് വെർമിസിലിയാണ്. ഈവൻ ദോ ഇറ്റ് ഈസ് റോസ്റ്റഡ്, we need to just kaduvara because Shanjiot also.
എനിക്ക് ഇച്ചിരി പായസമൊക്കെ ഉണ്ടാക്കാൻ അറിയാം. ഞാനിപ്പോൾ വൈഫിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക, അതുകൊണ്ടാണ് വൈഫ് ഇപ്പോൾ ഇടുന്നത്. വൈഫ് ഇപ്പോൾ ചെയ്യുന്ന പോലെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിനിങ് പ്രോസസ്സിലാണ്. ഇട്ടു ബാക്കിയെല്ലാം ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്യുക. എന്നാൽ ഇപ്പോൾ തീർക്കാനുള്ളത് മാത്രം മൂലയ്ക്ക് കട്ട് ചെയ്യുന്ന എൻ്റെ ഒരു പൊളി വൈഫാണ് ഇവിടെ ഉള്ളത്. ഞാൻ എന്ത് പറയും, എന്ത് പറയുക, അതൊന്ന് തീ കുറച്ച് വെച്ചാൽ നല്ല പറയാം. വല്ലാത്തൊരവസ്ഥയിലാണ് അതും കഴിച്ചു. താങ്ക് യു. ഇല്ല അപ്പോൾ നമ്മളിതിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. ഒരു പാക്കറ്റും കൂടെ, ഒരു ഹാഫ് പാക്കറ്റും കൂടെ നമ്മൾ ഇടുന്നുണ്ട്. കാരണം അതിനുള്ള ആളുണ്ട് കഴിക്കാൻ. നമ്മളതനുസരിച്ചിട്ടാണ് ഇടുന്നത്. ഇനി കുറച്ചും കൂടെ വേണം. അപ്പോൾ ഇത് നമ്മളൊന്ന് വറുത്തെടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ നമുക്ക് ഒരു ചരുവും പായസം കിട്ടും. നാളെ പോലെ നമ്മൾ പല്ലിയപ്പം പുളിയെല്ലാം പായസത്തിൽ ഒരു ചരിവൊന്നും ഇല്ല. നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും എത്രയാണ്. നമ്മൾ പായസം എങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കാമെന്നാണ് കാണിക്കാൻ പോണത്. ഫസ്റ്റ് നമ്മൾ കാഷ്യൂം കിസ്മസും നെയ്യിൽ വറുത്തെടുത്തു. അതിനുശേഷം ആ നെയ്യിൽ തന്നെ സേമിയ ഇട്ട് കൊടുത്തു. അതൊന്ന് ജസ്റ്റ് വറുത്തെടുക്കാൻ പോവാണ്. ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. നിങ്ങൾ ഈ സെമി പായസം വീട്ടിലെല്ലാവരും ട്രൈ ചെയ്യണം. ഓക്കെ അല്ലേ? ഇപ്പം തന്നെ പോയിട്ട് സേമിയ ട്രൈ ചെയ്ത് തൊക്കത്തുള്ളൂ, സമ്മതിക്കത്തില്ല. ഗൈസ്, നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഒരു സെമി ഗ്രേവിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം നമുക്ക് റൈസിൻ്റെ കൂടെ കഴിക്കാനാണ്. നെയ്ച്ചോറ്, ചിക്കൻ റോസ്റ്റ്, ബീഫ് ഫ്രൈ ഡ്രൈ ഫ്രൈ അല്ല, വരട്ടി എടുത്തത്. അത് ഓൾറെഡി നമ്മൾ ഇതിൻ്റെ കൂടെ ഫോട്ടോ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെന്താ നമ്മൾ ഉണ്ടാക്കുന്നത്? കപ്പ മീൻ കറി. ഇതാണ് നമ്മളുടെ, ഇത്രയുമാണ് നമ്മളുടെ ഡിഷ് അല്ലേ? പിന്നെ സേമിയ പായസവും. അപ്പം ഇപ്പം സമയം 4:38 വെളുപ്പിന്. നമ്മളിപ്പോഴും കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഓർക്കും ഇത് കല്യാണത്തിൻ്റെ എന്തോ പ്രോഗ്രാമാണ്. നല്ല വൈകിട്ട് വന്ന് പോത്ത് പോലെ ഉറങ്ങി വെച്ച് നട്ടത്തായിരിക്കും. വൈകിട്ട് ഞങ്ങൾ കുറേ നേരം ഉറങ്ങിയായിരുന്നു. കാരണം അതുകൊണ്ടാണ് രാത്രി ഇപ്പം കുക്ക് ചെയ്യുന്നത്. പിന്നെ കുറച്ച് നേരം പിണങ്ങിപ്പോയി സമയം അല്ലേ? അതെ, 1 മണിക്കൂർ കരയുമായിരുന്നു ഈ തോളത്ത്. ഞാൻ മാറിപ്പോയാണ് കരുന്നത്. ഞാൻ ആരുടെ തോളത്തൊന്നും പോയി കരുന്നില്ല. അതെ. അപ്പോൾ ഏകദേശം റോസ്റ്റ് താഴെ വെക്കട്ടെ. ഏകദേശം സേമിയ ഇത് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യണ്ടേ? ഇനി നമ്മൾ ചെയ്യുന്നത് ചെയ്യേണ്ടത് നമ്മൾ ചോദിക്കില്ല. ഇനി നമ്മൾ ചെയ്യേണ്ടത് പാല് ഒഴിക്കാൻ പോവാണ്. മറ്റേ കുപ്പി തീർന്നായിരുന്നോ? ഇല്ല, അതുകൊണ്ട് അതും കൊണ്ടുപോയി. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ അതിനകത്ത് ഫ്രിഡ്ജിൽ നേരത്തെ ഇരുന്ന പാല് ഫസ്റ്റ് എടുക്കണം. നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ വേറെ ആദ്യത്തെ കുപ്പി ഗൈസ് ഇവൾ ഒഴിക്കാമെന്ന് പറയുന്നത്. അപ്പോഴത്തേനും നമുക്ക് ഇതും കരിച്ചെടുക്കാമെന്നുള്ള ഒരു നിഗമനത്തിലേക്ക് ഞാൻ എത്തുക. ആരെ പുല്ലുമില്ല ആലോനാ. നമ്മുടെ ചിക്കൻ സെമി ഗ്രേവി ഏകദേശം റെഡി ആയിട്ടുണ്ട്. അത് ചിക്കൻ വെന്തിട്ടുണ്ട്. അത്യാവശ്യം മസാലകളൊക്കെ ഇപ്പോൾ വൈഫ് ടേസ്റ്റ് ചെയ്യുകയാണ്. പിന്നെ കുറച്ചൊക്കെ തള്ളാണ് കൈ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇച്ചിരി ഉപ്പ് കുറവായിരുന്നു, അതിപ്പോൾ ഉപ്പ് ഇട്ടിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് നിർത്താനായിട്ട് പോവുകയാണ്. ഏകദേശം ചെറിയൊരു രീതിയിൽ ചാറുണ്ട്, പക്ഷേ അത് ചിക്കൻ. ഇവിടെ നമ്മൾ പായസം വേവിക്കാനായിട്ടുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സേമിയ ഇതിലിട്ടിട്ടുണ്ട്. പാലിനകത്തിൽ കുറച്ച് പാൽ ഒഴിച്ചിട്ട്, നമുക്ക് അങ്ങനെ അളവൊന്നും അറിയത്തില്ല കേട്ടോ, നമുക്കെല്ലാം ഒരു ഉദ്ദേശം. പിന്നെ അത് കഴിഞ്ഞിട്ട് സേമിയ ഇപ്പം നമ്മൾ വേവിച്ചുകൊണ്ടിരിക്കുക. സേമിയ വേകാനായിട്ട് ഇച്ചിരി നേരം അടച്ചു വെക്കുന്നത് നല്ലതാവും എന്നെൻ്റെ മനസ്സ് പറയുന്നു. കാരണം അത് വേഗം വേവുകയും പിന്നെ നമുക്കത് വറ്റിച്ചെടുക്കുകയും ചെയ്യും. ഹായ്, ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ വൈഫ് ഇപ്പോൾ ആദ്യമായിട്ട് പാത്രം കഴുകുകയായതുകൊണ്ട് നമ്മളത് റെക്കോർഡ് ചെയ്യുവാണ്. കാരണം ചിലപ്പോൾ ഇനിയിപ്പോൾ നമുക്കത് പറ്റിയെന്ന് വരത്തില്ല. അത് കാരണം ഇനിയിപ്പോൾ അതുണ്ടായെന്ന് വരത്തില്ല അങ്ങനെ പാത്രം കഴുകുന്നതൊക്കെ. നമ്മളൊരു മെമ്മറിക്ക് വേണ്ടിയിട്ട് ആ വീഡിയോസ് നമ്മൾ എടുത്ത് വെക്കുക. ഹലോ, അങ്ങനെ പായസം നമ്മൾ പാലൊക്കെ ആക്കി അത് വേകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുവാണ്. പാത്രമൊക്കെ ഫുൾ ഞാൻ കഴുകി, ഒരു ലോഡ് പാത്രം കഴുകി വൃത്തിയാക്കി വെച്ചു. ഈ പായസത്തിൻ്റെ ഇത് സേമിയ വെന്ത് വരുന്നുണ്ട്. ചെറുതായിട്ട് വലുതായിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു ഇച്ചിരി നേരം കൂടി എടുക്കും അത് ഒന്ന് വേകാനായിട്ട്. കാരണം പാല് ഇച്ചിരി അധികം ഉള്ളതുകൊണ്ട് കുറച്ച് സമയം എടുക്കും തിളച്ച് വരാനായിട്ട്. അതിലേക്ക് ആവശ്യമുള്ളത് ഇനി പഞ്ചസാര, ഏലക്ക, ജീരകം അല്ലേ? അത്രയും സാധനം നമ്മൾ എടുത്ത് വെക്കണം. ജീരകമല്ല, ജീരകം. പിന്നെ കാഷ്യൂം കിസ്മിസൊക്കെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ആദ്യമേ. സേമിയയിലേക്ക് നമ്മൾ ഇച്ചിരി ബേ ലീവ്സും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്നും ഒരു റെസിപ്പിയിൽ കാണാത്തതാണ് ഗൈസ്. എൻ്റെ സീക്രട്ട് റെസിപ്പി. ഇതൊക്കെ ഞാൻ എൻ്റെ സൗകര്യത്തിനാണ് ചെയ്യും.
നമ്മളിടയ്ക്ക് സേമിയ പായസം ഉണ്ടാക്കാറുണ്ട്. ആക്ച്വലി നമ്മൾ നേരത്തെ ഉണ്ടാക്കി ഓഫീസിലുള്ളവർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ വർക്ക് ചെയ്യുന്നിടത്ത്, ഞാൻ വർക്ക് ചെയ്യുന്നിടത്ത് അവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളുടെ സേമിയ പായസം അല്ലേ. ഷബാസിനോട് മാത്രം നിങ്ങൾ വിളിച്ച് ചോദിക്കല്ലേ. ഷബാസിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഉണ്ടാക്കുന്ന ഫുഡും പായസവും ഒക്കെ. അവരവിടെ ഈ രീതിയിലല്ല പായസം ഉണ്ടാക്കുന്നത്. അവൻ കണ്ണൂർക്കാരനാണ്, അതുകൊണ്ട് അവർക്ക് ഇത്ര ഈ പായസത്തിൻ്റെ ടേസ്റ്റ് ഒന്നും അല്ല. അപ്പം ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഈ പായസവും ഫുഡും ഒക്കെ ഇവിടുത്തെ. മനസ്സിലായി കാണുമല്ലോ. പായസത്തിലേക്ക് നമ്മൾ പഞ്ചസാര ഇടാൻ പോവാണ്. എനിക്ക് ഇത്ര സ്പൂണൊന്നും പറയാൻ അറിയത്തില്ല. പായസത്തിന് ആവശ്യമായ അങ്ങനെ ആളോട് പറയാം. അത്യാവശ്യം പായസം ഉണ്ട്, അതിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുത്ത് ഇളക്കി ഒഴിച്ചിട്ട് വേണമെങ്കിൽ പിന്നെ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കണം. അറിയൂ. അതെ ഗൈസ്, നമ്മുടെ പായസം ഇപ്പം സേമിയ ഏകദേശം വെന്തിട്ടുണ്ട്. അപ്പോഴാണ് നമ്മൾ ഓർത്തത് ചിക്കനകത്തിൽ മല്ലിയില ഇട്ടിട്ടില്ല, അത് മേടിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. ഇപ്പോൾ വൈഫ് ഏലക്ക ഇടാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഷാൻജോ പറയുന്നത് ഏലക്ക പൊടി ഇടണമെന്നാണ്. പക്ഷേ ഞാൻ ഉണ്ടാക്കുമ്പോൾ ഒരിച്ചിരി ജീരകം കൂടെ അതിൻ്റെ കൂടെ പൊടിയും. അത് വൈഫിന് ഇതുവരെ അറിയത്തില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഞാനിപ്പോൾ അത് പറഞ്ഞു കൊടുക്കുവാണ് ഗൈസ്. അല്ല ഗൈസ്, എനിക്കറിയാം. ഞാൻ ഏലക്ക എണ്ണ എടുക്കുമായിരുന്നു 15 എണ്ണം. ഓ മൈ ഗോഡ്, യു ആർ സോ റിച്ച്. 15 ഏലക്ക, ക്യാൻ യു ബിലീവ് ഇറ്റ്? അത്രയും പായസം ഉണ്ടാക്കുമ്പോൾ 15 ഏലക്ക വേണം. അപ്പോൾ ഈ ഏലക്ക ഈ സാധനത്തിൽ ഇട്ടാണ് പൊടിക്കുന്നത്. എന്താ പറയുന്നത്? അമ്മി. ഇത് എനിക്ക് മമ്മി നാട്ടിൽ തന്നു വിട്ടതാണ്. മമ്മി തന്നോണ്ടാണ് ഇതിനെ അമ്മി എന്ന് പറയുന്നത്. ഈസി ആയിട്ട് ഇരിക്കാൻ പറ്റും. അപ്പോൾ ഈ ഏലക്ക അതിനകത്ത് ഇട്ടു. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ജീരകം വാങ്ങി വെച്ചിട്ടുണ്ട്. ആ ജീരകം കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇരിക്കണം. ജീരകം നമ്മൾ പായസത്തിന് ആവശ്യമുള്ളത് മാത്രം ഇട്ട് കൊടുക്കുക. നല്ലോണം ഇങ്ങനെ ഇടിച്ച് തെറിപ്പിച്ച് ഇവിടെ മുഴുവൻ അടുക്കള മുഴുവൻ നേരത്താണ്. ഇതൊരു ഈസി സംഭവമാണ്. കാരണം നമ്മുടെ മിക്സിക്കകത്തൊക്കെ ഇച്ചിരി ചെറിയ സാധനങ്ങൾ പൊടിക്കാൻ പാടായതുകൊണ്ട് എനിക്ക് മമ്മി തന്നു വിട്ടതാണ് നാട്ടിൽ. ഇത് ഭയങ്കര ഈസിയാണ് ഇത് പൊടിച്ചെടുക്കാൻ. അങ്ങനെ ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് നമ്മൾ കടന്നിരിക്കുവാണ്. നെയ്യ് ഒഴിച്ചു കൊടുക്കുവാണ്. അങ്ങനെ നമ്മുടെ സേമിയ പായസം ഇവിടെ റെഡി ആയിരിക്കുവാണ്. ഏലക്കായും ജീരകമൊക്കെ പൊടിച്ചത് നമ്മൾ ഇട്ടിരുന്നു. പിന്നെ പഞ്ചസാര, ഏലക്കായും ജീരകമൊക്കെ നമ്മൾ ഏറ്റവും ലാസ്റ്റിൽ ഇടുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ നേരത്തെ ഇട്ടത് പിന്നെയും അതിനകത്ത് ചൂടായി വെന്തോണ്ടിരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ സ്മെല്ല് പോകും. മെയിനായിട്ട് നമുക്ക് സ്മെല്ലാണ് ആ ടേസ്റ്റ് തരുന്നത്. അപ്പോൾ അത് നഷ്ടപ്പെടാതെ നിങ്ങൾ ശ്രദ്ധിക്കണം പ്ലീസ്. എനിക്ക് ഒരിച്ചിരി പായസം വേറെ മാറ്റിയിട്ടുണ്ട്. കാരണം എനിക്ക് അത്ര മധുരം ഒത്തിരി വേണ്ട. ഇതിനകത്ത് കുറച്ചും കൂടെ നമ്മൾ പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് അത്ര വേണ്ടാത്തതുകൊണ്ട് ഞാൻ ആദ്യം ഇച്ചിരി മാറ്റി വെച്ചു. ഇനി ഇതിപ്പോൾ പായസം റെഡി ആയിട്ടുണ്ട്. നമ്മളിത് അടച്ചു വെക്കും. സിമ്പിൾ റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ ചെയ്യുക. ഇതിൽ ഒരു സ്റ്റെപ്പും കൂടെ ഉണ്ട്. അതായത് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ച് കാഷ്യൂ ആൻഡ് കിസ്മിസ് ഇട്ട് കൊടുത്ത് അതിൽ നെയ്യൊക്കെ വടിച്ച് പായസത്തിലേക്ക് ഇടണം. എന്നിട്ട് ഇളക്കണ്ട, അങ്ങനെ അടച്ചു വെക്കുക. പിന്നെ ഇളക്കിയാൽ മതി. ഇളക്കിയാലും എള്ളിയാലും അത് സെറ്റ് ആയിക്കോളും. പിന്നെ എടുക്കാൻ നേരം ഇളക്കി എടുക്കുക. കുറുകി ഇരിക്കുകയാണെങ്കിൽ സ്വല്പം പാലും കൂടി ഒഴിച്ചിട്ട് അതൊന്ന് ലൂസാക്കിയിട്ട് അത് കഴിക്കും. യെസ്. ഹായ്. ഒഫീഷ്യൽ ടെസ്റ്റിംഗ് ആണ് നടത്താൻ പോകുന്നത്. ചില റൈസും ബീഫും ചിക്കൻ റോസ്റ്റും പപ്പടവും, പിന്നെ അതിനുശേഷം കുടിക്കാൻ സേമിയ പായസം എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ട് പറയാം. ടേസ്റ്റി രണ്ടുപേരും. അത് ഞാൻ ചിക്കൻ റോസ്റ്റ് കൂട്ടി ഇച്ചിരി പപ്പടം എടുത്ത് ഭയങ്കര ടേസ്റ്റാണ് ഗീസ്. കഴിച്ചോക്കാം. നീ ടേസ്റ്റ് വേണം. ചിക്കനൊക്കെ കറക്റ്റ് വേവാണ്. ബീഫും ചിക്കൻ ഒരുപാട് വെന്ത് അലിഞ്ഞു പോകുന്ന എനിക്ക് ഇഷ്ടമല്ല. ഇച്ചിരി കടിക്കുന്ന പോലെ വേണം, പക്ഷേ വേവ് വേണം. ആ ഒരു പരുവത്തിലാണ് നമ്മളിപ്പോൾ എടുത്തേക്കുന്നത്. ലാസ്റ്റ് നമ്മൾ ഇച്ചിരി മല്ലിയില ഇട്ടായിരുന്നു കേട്ടോ. ചിക്കൻ റോസ്റ്റിനകത്ത് ലാസ്റ്റ് നമ്മൾ മല്ലിയില ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റും കൂടെ വരുന്നുണ്ട്. ഇത് വേറെ ലെവൽ സാധനമാണ്. താങ്ക് യു. അപ്പോൾ ബായ്. ബായ്. നമ്മൾ പായസം ടേസ്റ്റ് ചെയ്യുവാണ്. കിസ്മിസ് ഉള്ള എനിക്ക് വേണ്ട, കാഷ്യൂ ഉള്ള കാണിക്കാം. ഊതിട്ടതാ. എനിക്ക് കുറച്ചുകൂടെ മധുരം വേണം. ബാക്കി കിട്ടുക. അടിപൊളിയാണ്. എനിക്ക് ഇത്രയും മധുരം മതി. മധുരം ഒത്തിരി വേണ്ടിയവർക്ക് ഇനി മധുരം ഇടാം. ഒത്തിരിയല്ല, നോർമലായിട്ട് മധുരം വേണ്ടിയവർക്ക് മധുരം വേണം. പക്ഷേ എനിക്ക് അത്രയും മധുരം പറ്റത്തില്ല, അതുകൊണ്ടാണ് ഇത് ഇത്രയും മാറ്റി വെച്ചത്. പക്ഷേ അടിപൊളിയാണ്. അപ്പോൾ ഓക്കെ, ബൈ. See you.